ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ബോക്സ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? എൻ്റെ തമ്പനയിൽ കണ്ടപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെയിം റിവീലിംഗ് ബോക്സ് യാതൊരു ചിലവുമില്ലാതെ എങ്ങനെ വീട്ടിൽ അൽക്കുലത്ത് ഐറ്റംസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ബൈൻഡ് നമ്മുടെ ബേബിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ബേബി ബ്ലാങ്കറ്റിൻ്റെ ബോക്സാണ്. ഇത് കണ്ടപ്പോഴാണ് മമ്മിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. എന്തായി വരും ഫൈനൽ ലുക്കെന്നൊന്നും ഒരു ഐഡിയയും ഇല്ലാതെയാണ് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. ഈ പേപ്പർ നമ്മുടെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. അതായത് ഈ ഡേറ്റ്സിൻ്റെ കൂടെ കിട്ടുന്ന ചെറിയ പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ ആ പേപ്പറിനെയും നമ്മൾ വെറുതെ വിട്ടില്ല. അങ്ങനെ മമ്മി പണി തുടങ്ങിയിട്ടുണ്ട്. ബോക്സ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റും നമ്മുടെ ആ ഡേറ്റ്സിൻ്റെ കവർ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു, ഒരു ബോർഡർ പോലെ ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ആ മിഡിലിൽ ഒട്ടിച്ചേക്കുന്നത് നമ്മുടെ ഈ വെള്ളം കുടിച്ച ഗ്ലാസിൻ്റെ അടിയിലുള്ള ആ സാധനമാണ്. പിന്നെ ആ വെള്ളം കുടിച്ച തെർമോക്കോൾ ഗ്ലാസ്സിനെ ഈ ഷേപ്പിൽ ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ഫ്ലവർ പോലെ നടുക്ക് വലുതായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തു. ഞാൻ ഇടയ്ക്ക് ചുമ്മാതെ ഹെൽപ്പ് ചെയ്യാൻ പോയിരിക്കുന്നതാണേ. ഹെൽപ്പെന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്യാനാണ് പോയിരിക്കുന്നത്, അല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തു കൊടുക്കില്ല. അതൊക്കെ മമ്മിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഈ ക്രാഫ്റ്റ് വർക്ക്സ്. ഇപ്പം ഈ കാണിക്കുന്ന ഈ സൺഫ്ലവർ നമ്മൾ വേറൊരു വർക്കിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെ ഏകദേശം നമ്മൾ എല്ലാം ബോക്സിൽ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലിറ്റർ ഗ്ലൂ ഉണ്ടായിരുന്നു, അതെടുത്ത് അതിൻ്റെ നടുക്കായിട്ട് ചെറിയ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാൻ നോക്കി, പക്ഷേ അത് പറ്റിയില്ല. അപ്പോൾ വീണ്ടും നമ്മുടെ ക്യൂടെക്സ് തന്നെ എടുത്തുകൊണ്ട് വന്നു. ഇവിടെ നടക്കുന്ന എല്ലാ ക്രാഫ്റ്റിലും എൻ്റെ നെയിൽ പോളിഷാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മിഡിലൊക്കെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളത് ഉണക്കാൻ കൊണ്ടുവച്ചു. അങ്ങനെ അതിൻ്റെ പശ ഏകദേശം നന്നായി ഉണങ്ങിയതിന് ശേഷം ബെഡ് റോൾ എടുത്തു. ഈ ഡിസ്പോസിബിൾ ബെഡ് റോൾ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇങ്ങനെ ഞൊറിഞ്ഞ് ചെറുതായിട്ട് ഞൊറിഞ്ഞ് നല്ല ഡിസൈനിൽ അതിൻ്റെ ചുറ്റും വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നല്ലൊരു ഫൈനൽ ലുക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ ബോക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു മാർക്കർ സംഘടിപ്പിച്ച് അതിൻ്റെ അകത്ത് പേരെഴുതുക എന്ന് മാത്രമായിരുന്നു. പിന്നെ അത് രാവിലെ നമ്മുടെ ഫംഗ്ഷൻ്റെ ടൈം ആയപ്പോൾ പെട്ടെന്നൊരു മാർക്കർ സംഘടിപ്പിച്ച് പേരൊക്കെ വേഗം എഴുതി. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ബോക്സിൻ്റെ അകത്തും കൂടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു അൽക്കുലത്ത് പണീസ് ചെയ്തേനെ. അങ്ങനെ ഇതാണ് ഫൈനൽ. നമ്മൾ 28 കെട്ടിന് ബോക്സ് ഓപ്പൺ ചെയ്താണ് നമ്മൾ ബേബിയുടെ പേര് റിവീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ? എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.